എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ ഒരു കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട്. ആദ്യത്തെ കുക്കിംഗ് വ്ളോഗിന് അത്യാവശ്യം നല്ല ഫീഡ്ബാക്സ് ഒക്കെ നമുക്ക് വന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു, കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു കുക്കിംഗ് വ്ളോഗും കൂടെ ചെയ്യണമെന്ന്. അപ്പം ഇന്ന് ഞങ്ങളൊരു പുതിയൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഉണ്ടാക്കുന്നതല്ലേ? സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, ബാ. നമ്മുടെ സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 250 grams പ്രോൺസ് ആണ്. അപ്പം ഇതിനായിട്ട് നമുക്ക് കുറച്ച് മാരിനേഷൻ ചെയ്യണം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യമായി നമുക്ക് ചുവന്നുള്ളി എടുക്കാം. അടുത്തത് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുക്കുന്നത്. ആവശ്യത്തിനായി ഉപ്പ്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1.5-2 ടീസ്പൂണും നമുക്ക് എടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിനി അരച്ചെടുത്തിട്ട് വരാവേ. ഇതാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്ന മസാല. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കണം അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാം. ഈ മസാല മുഴുവനും നമ്മൾ മാരിനേഷൻ ഉപയോഗിക്കരുത്, കുറച്ചെടുത്ത് മാറ്റി വെക്കണം. ഇത്രയും നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. അതായത് നമ്മുടെ സ്പെഷ്യൽ ഫ്രൈക്ക് വേണ്ടി ആവശ്യമായി ഇത് ഇത്രയും നമ്മൾ മാറ്റി വെക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പ്രോൺസിന്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇത് നമുക്ക് ഇപ്പോൾ ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 1 തൊട്ട് 2 മണിക്കൂർ വരെയാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അപ്പോൾ അതായത് പ്രോൺസിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിക്കാനായിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ഈ മാരിനേഷനും നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. ഇനി നമുക്കിത് ആവശ്യം വരുന്നത് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മൾ എടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ ഇത് 2 ടേബിൾ സ്പൂൺ കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. ഇതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് ആവശ്യമായുള്ള എണ്ണ ഒഴിക്കാം. എത്ര എണ്ണ മതിയോ? ഈ എണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഇട്ട് വേണം കേട്ടോ ഇടാൻ. നമുക്ക് തിരിച്ചിടേണ്ടതൊക്കെയല്ല.
ഇനി ഇത് പ്രോൺസ് നമ്മൾ വറക്കേണ്ട ഒരു 6 തൊട്ട് 8 മിനിറ്റ് വരെയാണ്. അപ്പം പ്രോൺസിന് ഫുൾ കുക്കിംഗ് ടൈം. അപ്പോൾ ഒരു ഭാഗം നമുക്ക് ഒരു 3 മിനിറ്റ് വറക്കാം. ഒരു മീഡിയം തീയിൽ വെക്കണം കേട്ടോ. ഹൈയിലും ആയിരിക്കത്ത്, ലോയിലും അല്ല, മീഡിയം തീയിൽ ഒരു 3 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ അതേ 3 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ടു. ഇനി ഒരു 3 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കോരി മാറ്റാം. അത് കഴിഞ്ഞ് ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. സോ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ പ്രോൺസ് എല്ലാം കോരി മാറ്റി. ഇനി ഈ മിച്ചമുള്ള എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടിയ സമയത്ത് മാറ്റി വെച്ചിരുന്ന മസാല, അത് നമുക്ക് ഒന്ന് ഇതിൻ്റെ മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ മസാല ആയിട്ട് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കാം നമുക്ക്. പ്രോൺസിൽ അങ്ങനെ നന്നായിട്ട് ഈ മസാല ഒക്കെ കൂട്ടായി നന്നായി പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് പിച്ചിട്ട് ആഡ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് വേണം ആഡ് ചെയ്യാം, എന്നാലേ അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പം അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു 1 തൊട്ട് 2 മിനിറ്റ് വരെ ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ പ്രോൺസ് എല്ലാം തിരിച്ചിട്ടു. ഇനി ഒരു 1 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഭയങ്കര ടെംപ്റ്റിങ് മണമാണ് കേട്ടോ. ആ പ്രോൺസ് കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ. ഇത് ചോറും ചപ്പാത്തിയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ഒരു ഡിഷായിരിക്കും. ഇതിൻ്റെ മണം കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അത്രയും സൂപ്പർബാണ്. ഭയങ്കര ആരോമയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആ കാണാൻ തന്നെ ആ ഭംഗി കണ്ടോ. അതുപോലെ നല്ല ടെംപ്റ്റിങ് ആരോമയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോൺസിൻ്റെ കുക്കിംഗ് ടൈം. അത് 7 to 8 minutes ആണ് പ്രോൺസിൻ്റെ കുക്കിംഗ് ടൈം. അത് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ജ്യൂസി പ്രോൺസ് ആണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കണേ. സോ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈ എങ്ങനെയുണ്ട്? ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ.